രഹസ്യ ലവ് മാരേജ് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം ഒരുപാട് വക്കീൽമാർക്ക് ഒരുപാട് കപ്പിൾസിൽ നിന്ന് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യന് ഒരു ആൻസർ ഇന്ന് തരാം. ഒരുപാട് വക്കീൽമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും, എന്നാലും ഞാനും കൂടെ അതൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ അറിയാമോ, ലവ് മാരേജ് എന്ന് പറയുമ്പോൾ അത് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഈ കല്യാണം നടത്തുന്നത്. അപ്പോൾ സബ് രജിസ്ട്രാറിൻ്റെ അടുത്ത് പോയി നമ്മൾ ഈ ആപ്ലിക്കേഷനൊക്കെ കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്നത് 30 ഡേയ്സ് നമ്മളുടെ ഫോട്ടോ, അതായത് കപ്പിൾസിൻ്റെ ഫോട്ടോയും അഡ്രസ്സും എല്ലാം 30 ദിവസം അവിടെ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ച് വയ്ക്കും. കാരണം ഇവരെ അറിയാവുന്ന ആർക്കെങ്കിലും വന്നിട്ട് ഈ പറയുന്ന മാരേജിൻ്റെ അഗൻസ്റ്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതിനെ ഒപ്പോസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒപ്പോസ് ചെയ്യാം. അതിനു വേണ്ടിയാണ് ഈ പറഞ്ഞ 30 ഡേയ്സിൻ്റെ ഒരു ടൈം പീരീഡ് വെച്ചിരിക്കുന്നത്. ഫോട്ടോയും അഡ്രസ്സും എല്ലാം തന്നെ ഒട്ടിച്ചു വയ്ക്കുക. അപ്പം നമുക്കറിയാം, നമ്മൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും. എന്നിട്ട് ഈ രജിസ്ട്രാർ ഓഫീസിൽ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരോടും നാട്ടുകാരോടും എല്ലാവരും പറഞ്ഞ് കാര്യങ്ങൾ കോളമാക്കും അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ ഫോർ ദ ടൈം ബീങ്, അതായത് ഈ മാരേജ് എന്തായാലും നടക്കണം, അതുകൊണ്ട് വേറെ ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി മിനിമം ഒരു 3 മാസം വാടകയൊക്കെ എവിടെയെങ്കിലും താമസിക്കുക, ഫ്ലാറ്റ് എടുത്തോ വീടെടുത്തോ താമസിക്കുക. എന്നിട്ട് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുക. അവിടുന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ അണ്ടറിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇവിടെയും അപ്ലൈ ചെയ്യുമ്പോൾ 30 ഡേയ്സ് ഓഫ് കോഴ്സ് ഈ പറഞ്ഞ ഫോട്ടോയും അഡ്രസ്സും ഒക്കെ തന്നെ നോട്ടീസ് ബോർഡിൽ ഉണ്ടാവും. പക്ഷേ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, നമ്മളെ അറിയാവുന്ന അവിടെ ആരുമില്ല, നമ്മൾ അറിയാത്തൊരു ഡിസ്ട്രിക്റ്റാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കത് എളുപ്പമാണ്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ കല്യാണം നടത്തി കൊണ്ടുപോകാം എന്നുള്ളൊരു വഴി തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ലവ് ചെയ്ത് മാരേജ് നടക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് നടക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാം, യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടാവും കല്യാണം കഴിക്കാനായിട്ട്, അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് ചാനൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.